എന്നിട്ടോ കുഞ്ഞു അത് ഉണ്ണിയേശുനെ കണ്ട ഉണ്ണിയേശുദേ ഉണ്ണിയേശു ജനിച്ച ദിവസമാണ് ക്രിസ്മസ്. ഉണ്ണിയേശുനെ കണ്ട ഇതാണ് ഇവിടുത്തെ പുൽക്കൂട്. കുഞ്ഞുട്ടി പുൽക്കൂട് കണ്ട പുൽക്കൂട് കണ്ട. മുന്തിരിയും ആപ്പിളും കോവൻട്രി ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിറയെ കാഴ്ചകളുണ്ട് കാണാൻ. എല്ലാ ബിൽഡിങ്ങുകളും നല്ല വർണ്ണാഭമായി തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട്. മുന്തിരിക്കും ആപ്പിളിനും ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനാണ്. ഇപ്പോൾ ഒരാഴ്ചയോളമായി ഇവിടെ ഈ ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഇവിടെ വരാൻ സാധിച്ചിരുന്നില്ല. അവരുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവസാനിച്ചത്. ഇനി 2 ആഴ്ച ക്രിസ്മസ് വെക്കേഷനാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. പറഞ്ഞോ. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നിൽക്ക പറഞ്ഞോ. കോവൻട്രി സിറ്റി സെന്റർ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. അവിടെയാണ് നമ്മൾക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നത്. കാണാലോ. ഓക്കേ. നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഷോപ്പ് കാണാം. ഇത് ചോക്ലേറ്റ് റിലേറ്റഡ് ഐറ്റംസ് ആണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ കുറേ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത സ്ട്രോബെറി അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് ഡിപ്പ് ചെയ്ത സംഭവങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തോളം പറഞ്ഞപ്പോൾ അവനത് വേണ്ട. എന്നിട്ട് അവസാനം ഒരു മിഠായി മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം ഷോപ്സൊന്നും ഞങ്ങൾ കണ്ടില്ല അവിടെ. ഇവിടെ കൂടുതലും ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്, ഇവിടുത്തെ മെയിനായിട്ട് ബ്രിട്ടീഷിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ആൻഡ് ചിപ്സാണ്. പിന്നെ അതുപോലെ തന്നെ ബർഗേഴ്സ്, അതുപോലെ റാപ്പ്, ഇതൊക്കെയാണ് എല്ലാ ഷോപ്പിലും കാണാൻ പറ്റുക. അതും അവരുടെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കുക്കിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അവർ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ കൗണ്ടറുകളും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ എല്ലാ അലങ്കാരങ്ങളും അവിടെ ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഫുഡ് റിലേറ്റഡ് ആണ് ഈ കൗണ്ടേഴ്സ് മുഴുവനും കേട്ടോ. കുട്ടികൾക്ക് കളിപ്പാട്ടമൊക്കെ നമ്മൾ നോക്കി, പക്ഷെ അതൊന്നും കിട്ടിയില്ല. മെയിനായിട്ടുള്ള ഐറ്റമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കൗണ്ടറിലുള്ളത്. കുറേ ക്യാൻഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് മുന്നേ നമ്മളൊരു വട്ടം വന്നപ്പോൾ വാങ്ങിയ കാരണം അതിലേക്ക് വലിയ മൈൻഡില്ല അവർക്ക്. പിന്നെ ഇവിടെ ഒരു നൂഡിൽ ബാർ കണ്ടിരുന്നു. നൂഡിൽസ്, ചൈനീസിൻ്റെ കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് കീ ചെയിൻസ് എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ എൻട്രൻസിൽ തന്നെ ജയൻ വീലൊക്കെ ആയിട്ട് ഫുള്ളി വർക്കിംഗ് കണ്ടീഷനായിരുന്നു. കുറേ പേര് അതിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് പേടിയായിട്ടും പിന്നെ നമ്മൾക്കും ചെറുതായിട്ടൊരു പേടിയുള്ളത് കൊണ്ട് നമ്മൾ അതിലൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ വെള്ളം വരുമ്പോൾ ഇങ്ങനെ പല നിറത്തിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഓഫായിട്ട് പതുക്കെ സ്റ്റാർട്ടായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്നില്ല. ഇങ്ങനെ പല നിറത്തിൽ, ആദ്യം ബ്ലൂ, പിന്നെ ഈ സൈഡിൽ ഗ്രീനൊക്കെ ആയിട്ട് കണ്ടിരുന്നു. മുന്തിരി അപ്പോൾ ചെറുതായിട്ടൊന്ന് കളിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മളതിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആൾ ഇറങ്ങിയില്ല. ശരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ഷോപ്പ് നോക്കിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ക്രിസ്മസ് ഈവനിങ് ആയ കാരണം ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റ്സും നേരത്തെ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം നേരെ അങ്ങോട്ടാണ്. അവിടെ നിന്നൊരു ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ക്രീം വാങ്ങി ഞങ്ങൾ ഈ വ്ലോഗ് അവസാനിപ്പിച്ചു.